ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കൂടാതെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ കാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തിനാണെന്നറിയോ? ഇല്ലിക്കൊമ്പ് പറിക്കാൻ വേണ്ടി പോവുകയാണേ. ഇല്ലിക്കൊമ്പ് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഒരുപാട് പേർക്ക് ഇല്ലിക്കൊമ്പ് എന്താണെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ അറിയുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനും ഏട്ടനും അമ്മാവൻ്റെ മരുമോളും കൂടിയാണ് പോകുന്നത് കേട്ടോ. ചേച്ചി അങ്ങനെ ഞങ്ങളിതാ കാട്ടിലെത്തി ഇല്ലിക്കൊമ്പ് പറിക്കുകയാണ് കേട്ടോ. ഇല്ലിക്കൊമ്പ് പറിച്ചിട്ട് അതിൻ്റെ മൂത്ത ഭാഗം വെട്ടിക്കളയാണ് കേട്ടോ. ഇല്ലിക്കൊമ്പ് പറിക്കേണ്ട സമയം കുറച്ച് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഇത് കുറച്ച് നീളത്തിൽ വളർന്ന് പൊന്തിപ്പോയി. പക്ഷെ കുറച്ചും കൂടെ നേരത്തെ പറിക്കാതെ നല്ല കൊമ്പ് കിട്ടിയേനെ കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതും അതേ ഉപയോഗം തന്നെയാണ്, അതേ ഗുണമുണ്ട്. കാടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന പുഴയാണ് കേട്ടോ. ഇത് നല്ല മഴയായതുകൊണ്ട് തന്നെ നിറയെ വെള്ളമായിരുന്നു, നല്ല കുത്തൊഴുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിൽ എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇല്ലിക്കൊമ്പെല്ലാം പറിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിലധികം കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ചെത്തിയിട്ട് നല്ല ഭാഗമായിട്ട് നമുക്ക് മൂപ്പ് കുറഞ്ഞുള്ള ഭാഗമായിട്ട് നല്ലപോലെ ചെത്തിയെടുക്കണം. ഇതിൻ്റെ മുട്ടൊക്കെ മൂത്താണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമ്മളിതെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ വന്നു കഴിഞ്ഞാൽ ഏട്ടനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഏട്ടൻ തന്നെ ഇതെല്ലാം വെട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗവും വേസ്റ്റായിട്ടുള്ള ഭാഗവും നമ്മൾ വേർതിരിച്ചെടുത്തു. അങ്ങനെ ഒരുപാട് കൂമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും പണിയുണ്ട്. ഇതിൽ നിന്നും നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. വേണ്ട ഭാഗവും വേണ്ടാത്ത ഭാഗവും ഇതിലും നമുക്ക് മാറ്റാനുണ്ട്. അങ്ങനെ നമുക്ക് ഇത്രയും കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി വേർതിരിച്ചെടുത്തിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തോരൻ വയ്ക്കാനും ചാറ് വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് അച്ചാറിടാനും കൂടി വേണ്ടിയിട്ട് വേറെ വേറെ രീതിക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞാനൊരു മണിക്കൂർ എടുക്കേണ്ട പണി ഞാൻ 4 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ ഏട്ടനാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. തേങ്ങാപ്പൂള് പോലെ ഉണ്ട് കേട്ടോ സംഭവം കാണുമ്പോൾ. അങ്ങനെ നമ്മളിതാ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുട്ട് ഭാഗം മൂപ്പ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അത് നമ്മളിതാ 3 രീതിക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞതാണ്. ഇത് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതാണ്. അതിന് ശേഷം നമുക്ക് ഇത് വറുത്തരച്ച് കറി വെക്കാം കേട്ടോ. വറുത്തരച്ചോ അല്ലാതെയും കറി വെക്കാം. നമ്മൾ വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിനും നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തേങ്ങാപ്പൂള് പോലെയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 3 രീതിക്ക് ഇത്രയും സംഭവം നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതൊന്ന് കഴുകി വാരിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി വാരിയിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിക്കളയണം. ഇതിനൊരു കട്ടുണ്ട്, നമ്മൾ കപ്പയ്ക്കൊക്കെ ഉള്ള പോലെ ഒരു കട്ടുണ്ട് ഇതിന്. അത് പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് ഊറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട് പോകും. ഇത് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു പച്ചവെള്ളത്തിൽ വീണ്ടും അതൊന്ന് കഴുകിയിട്ടാണ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. നമ്മളിത് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ തോരൻ വയ്ക്കുന്നുണ്ട്. തോരൻ വയ്ക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും അച്ചാറിടാനുള്ളതും നമ്മൾ വേറെ വേറെ തിളപ്പിച്ച് ഊറ്റി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് തോരൻ വയ്ക്കുകയാണ് കേട്ടോ. തോരൻ വയ്ക്കാൻ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ തോരൻ വയ്ക്കുക. ഉള്ളിയും മുളകും തേങ്ങയും എല്ലാം കൂടി ഇട്ട് കടുകൊക്കെ വറുത്തിട്ട് അങ്ങനെ നമ്മളിത് തോരൻ സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. തോരൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് വറുത്തരച്ച് കറി വെക്കുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പൂള് പോലെയുള്ള പീസാക്കി വെച്ചിട്ടുള്ള കഷ്ണം നമ്മൾ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നുറുക്കാം. നമ്മൾ വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങ വറുക്കാനായിട്ടുള്ള എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി,
മഞ്ഞൾപ്പൊടി, ഇത് 3 പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഡാർക്കായിട്ട് വരുന്നവരെ, ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നവരെ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളറ് പോകും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറുപ്പ് കളറ് മാറിപ്പോകും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ വറുത്തെടുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിയായിട്ടാണ് നമുക്ക് കിട്ടിയത്. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചാൽ നല്ല വെണ്ണ പോലെ കിട്ടും. ഞാൻ വെളിച്ചെണ്ണ കുറച്ചാണ് കേട്ടോ ഉപയോഗിച്ചത്. അതിന് ശേഷം നമ്മളൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തതിന് ശേഷം കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി, അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്താൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇല്ലിക്കൊമ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് വഴന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുക. പാകത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ പാകത്തിന് ചാറാക്കിയതിന് ശേഷം നമ്മളിത് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് അടുപ്പത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇല്ലിക്കൂമ്പ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇല്ലിക്കൂമ്പ് അച്ചാറിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ.